അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ സത്യദീനിൽ ഉറച്ചു നിന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും അനുചരന്മാരെക്കുറിച്ചുമാണ് കഴിഞ്ഞ ആയത്തുകളിൽ സൂചിപ്പിച്ചു വന്നത്. അവരോട് നമസ്കാരങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് ഈമാനികമായ കരുത്താർജിക്കുവാൻ ആവശ്യപ്പെടുകയാണ് ഇനിയുള്ള 2 ആയത്തുകളിൽ. അതിൽ 78-ാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത്. സൂറത്തുൽ ഇസ്രാ ആണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിൻ്റെ ആദ്യ ആയത്തിൽ പരാമർശിക്കുന്ന ഇസ്രാ മേറാജ് സംഭവത്തിലാണ് 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയത് എന്നത് പ്രബലമായ ഹദീസുകളിൽ വന്നതാണ്. 5 നേരത്തെ നിർബന്ധ നമസ്കാരത്തിൻ്റെ സമയത്തെക്കുറിച്ച് സൂചനകൾ ഇന്ന് പഠിക്കുന്ന 78-ാമത്തെ ആയത്തിലുണ്ട്. ഇതിനു മുമ്പ് നാം പഠിച്ച സൂറത്ത് ഹൂദിലെ 114-ാമത്തെ ആയത്തിലും 5 നേരത്തെ നമസ്കാരത്തിൻ്റെ സമയത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ്. ഈ ആയത്തിൽ പറയുന്നത് അഖിമിസ് സ്വലാത്ത ലി ദുലൂക്കി ഷംസി ഇലാ ഗസഖിൽ ലൈലി. നബിയെ, താങ്കൾ സൂര്യൻ പടിഞ്ഞാറോട്ട് ചെരിഞ്ഞു തുടങ്ങുന്നത് മുതൽ രാവ് ഇരുട്ടുന്നതുവരെ നമസ്കാരം പതിവായി ചെയ്യുക. അഖിം, താങ്കൾ പതിവാക്കുക, താങ്കൾ നിലനിർത്തുക. അസ്വലാത്ത, നമസ്കാരത്തെ. ഇവിടെ താങ്കൾ നമസ്കാരം നിർവഹിക്കുക എന്നല്ല പറഞ്ഞത്. അഖിം എന്നാൽ താങ്കൾ നിലനിർത്തുക എന്നാണ്. അപ്പോൾ നമസ്കാരം അതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് പതിവായി അനുഷ്ഠിക്കുക എന്നാവും അതിൻ്റെ ഒരർത്ഥം. മാത്രമല്ല, നമസ്കാരം അനുഷ്ഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതും ഇതിൽ പെടുന്നതാവണം. ഈ അർത്ഥത്തിൽ ഒരു നാട്ടിൽ വിശ്വാസികളുടെയും നമസ്കരിക്കുന്നവരുടെയും തോതനുസരിച്ച് കൊണ്ട് ജമാഅത്ത് നമസ്കാരങ്ങൾക്കുള്ള സൗകര്യമൊരുക്കി നമസ്കാരം പതിവായി നിർവഹിക്കുക എന്നതുകൂടി ഈ കൽപ്പനയിൽ പെടുന്നു. എന്ന് മാത്രമല്ല, നമസ്കാരത്തിൽ ഓരോ സത്യവിശ്വാസിയും അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ജീവിതത്തിൽ കൂടി പകർത്തുമ്പോഴാണ് ഒരാളുടെ നമസ്കാരം പൂർണ്ണമാകുന്നത്, ഒരാൾ നമസ്കാരം നിലനിർത്തുന്നവനാകുന്നത്. ഇവിടെ പറയുന്നത് ഓരോ ദിവസവും ദുലൂഖു ഷംസ് മുതൽ ഗസഖിൽ ലൈൽ വരെ നമസ്കാരം പതിവാക്കുക എന്നാണ്. 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങളിൽ 4 നമസ്കാരത്തിൻ്റെ സമയമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. സൂര്യൻ ഉച്ച തിരിയുന്നതിന് ദുലൂഖു ഷംസ് എന്ന് പറയും. സൂര്യൻ ഉച്ചക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോവാൻ തുടങ്ങുന്നതോടുകൂടി ലുഹറിൻ്റെ സമയം ആരംഭിക്കുന്നു. അങ്ങനെ ഉച്ച മുതൽ പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ സൂര്യൻ അസ്തമയത്തിലേക്ക് പകുതി പിന്നിടുന്ന സമയത്ത് അസർ നമസ്കാരത്തിൻ്റെ സമയം തുടങ്ങുന്നു. പിന്നെ സൂര്യൻ അസ്തമിക്കുന്നതോടെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ സമയമായി. അപ്പോൾ ലി ദുലൂക്കി ഷംസി, സൂര്യൻ ഉച്ച തിരിയുന്നത് മുതൽ എന്ന് പറഞ്ഞത് മുതൽ 3 നമസ്കാരം ഇപ്പോൾ കടന്നു വന്നു. ലുഹർ, അസർ, മഗ്രിബ്. ഇലാ ഗസഖിൽ ലൈലി, രാത്രി ഇരുട്ട് മൂടുന്നതുവരെ എന്ന് പറഞ്ഞതിൽ രാത്രി ഇരുട്ട് മൂടിയാലുള്ള നമസ്കാരമായ ഇശാ നമസ്കാരവും വന്നു. അസ്തമയശേഷം അസ്തമയശോഭ ക്രമേണ കുറഞ്ഞു വന്ന് അസ്തമയശോഭ പൂർണ്ണമായും അപ്രത്യക്ഷമാവുമ്പോൾ രാത്രി ഇരുട്ട് മൂടുന്നു. അങ്ങനെ ഇരുട്ട് മൂടുമ്പോൾ രാത്രിയാവുന്നു. ഇരുട്ട് മൂടി തുടങ്ങുന്ന രാത്രിയുടെ ആദ്യ സമയത്തിനാണ് ഗസഖിൽ ലൈൽ എന്ന് പറയുക. അപ്പോൾ ഗസഖിൽ ലൈൽ ഇശാ നമസ്കാരം തുടങ്ങുന്ന സമയമാണ്. അങ്ങനെ 4 നമസ്കാരങ്ങളാണ് ലി ദുലൂക്കി ഷംസി ഇലാ ഗസഖിൽ ലൈൽ എന്ന് പറഞ്ഞതിൽ വന്നത്. തുടർന്ന് പറയുകയാണ് വ ഖുർആനൽ ഫജ്രി, ഫജ്റിലെ ഖുർആൻ പാരായണവും അതും താങ്കൾ പതിവാക്കുക. പുലർകാലത്തെ ഖുർആൻ പാരായണം, ഖുർആനുൽ ഫജ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുബ്ഹ് നമസ്കാരമാണെന്നാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. സുബ്ഹ് നമസ്കാരത്തിന് സലാത്തുൽ ഫജ്ർ എന്നതിന് പകരം ഖുർആനുൽ ഫജ്ർ, ഫജ്റിലെ ഖുർആൻ പാരായണം എന്ന് പേര് വിളിച്ചതിൽ നിന്ന് സുബ്ഹ് നമസ്കാരത്തിൽ ഖുർആൻ ദീർഘിപ്പിച്ച് ഓതണമെന്ന സൂചന കൂടിയുണ്ട് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ആദ്യം 4 നമസ്കാരങ്ങളെ ഒരുമിച്ചാണ് പറഞ്ഞത്. ലി ദുലൂക്കി ഷംസി ഇലാ ഗസഖിൽ ലൈലി എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ച മുതൽ രാത്രി ഇരുട്ട് മൂടുന്നത് വരെയുള്ള നമസ്കാരങ്ങൾ താങ്കൾ പതിവാക്കുക എന്ന് പറഞ്ഞതിനോട് ചേർത്തുകൊണ്ടാണല്ലോ പിന്നെ വ ഖുർആനൽ ഫജ്രി, ഫജ്ർ നമസ്കാരവും എന്ന് പറഞ്ഞത്. ഫജ്ർ നമസ്കാരവും പതിവാക്കുക എന്നാണ് അർത്ഥം. എന്നാൽ ഫജ്ർ നമസ്കാരം പ്രത്യേകം വേറെ തന്നെ പരാമർശിച്ചത് ഫജ്ർ നമസ്കാരത്തെ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പ്രത്യേകം എടുത്തു പറയുകയാണ് എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഫജ്ർ നമസ്കാരത്തിൽ ഖുർആൻ ദീർഘമായി ഓതിയാലും ചുരുക്കി ഓതിയാലും ഫജ്ർ നമസ്കാരത്തിന് ശേഷം അല്പമെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുന്നത് നല്ലതാണ്.
കേവലം പാരായണം മാത്രമല്ല, അത് ഇതുപോലെയുള്ള ഖുർആൻ പഠനങ്ങളാണെങ്കിൽ കൂടുതൽ ഉത്തമമായിരിക്കും. ഖുർആനൽ ഫജ്ർ എന്ന് വിശേഷിപ്പിച്ച ശേഷം, അതായത് ഫജ്ർ നമസ്കാരം പതിവാക്കണമെന്ന കാര്യം ഞാൻ പ്രത്യേകം താങ്കളോട് കൽപ്പിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞ ശേഷം ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, തീർച്ചയായും പുലർകാല ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് എന്നാണ് പറയുന്നത്. ഫജ്റിലെ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന് വിവിധ വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഫജ്റിലെ പാരായണം എന്നത് ഇവിടെ സുബഹി നമസ്കാരത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. ഫജ്ർ നമസ്കാരത്തിൽ ഖുർആൻ ഉറക്കെ പാരായണം ചെയ്യപ്പെടുമ്പോൾ ചുറ്റുപാടുമുള്ള ശാന്തമായ അന്തരീക്ഷത്തിൽ ചുറ്റുമുള്ള ജീവികളെല്ലാം അത് കേൾക്കുന്നു. പ്രഭാത സമയമായതുകൊണ്ട് ഓതുന്ന ഇമാമും കേൾക്കുന്ന മൗമൂമുകളും മറ്റു നമസ്കാരങ്ങളെക്കാൾ ആ സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ട് പാരായണത്തെ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഉൾക്കൊള്ളുന്നു. കൂടാതെ മലക്കുകളും ഈ പാരായണത്തിന് സാക്ഷ്യം വഹിക്കുന്നു. മനുഷ്യൻ്റെ നന്മ തിന്മകൾക്ക് സാക്ഷിയായി രാവും പകലും അള്ളാഹു നിശ്ചയിച്ച മലക്കുകൾ, ചില മലക്കുകൾ രാത്രിയിലാണെങ്കിൽ മറ്റു ചില മലക്കുകൾ പകലിലാണ് ഉണ്ടാവുക. എന്നാൽ രാത്രിയിലെ മലക്കുകൾ പകലിൽ വരുന്ന മലക്കുകൾക്ക് ഉത്തരവാദിത്തം കൈമാറുന്നത് ഫജ്ർ നമസ്കാര സമയത്തായതുകൊണ്ട് രാത്രിയിലെയും പകലിലെയും മലക്കുകളെല്ലാവരും ഫജ്ർ നമസ്കാരത്തിന്, അതിലെ ഖുർആൻ പാരായണത്തിന് സാക്ഷികളാവുന്നു എന്നും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുമാത്രം മഹത്തരമാണ് ആ സമയത്തെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന നമസ്കാരവും ഖുർആൻ പാരായണവും എന്നാണ് സുബ്ഹി നമസ്കാരത്തെക്കുറിച്ച് പ്രത്യേകം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ അള്ളാഹു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമസ്കാരങ്ങളിൽ നിഷ്ഠയുള്ളവരായി, നമസ്കാരങ്ങളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുന്ന കാര്യങ്ങളോട് സ്വന്തം ജീവിതത്തിൽ നീതി പുലർത്തുന്നവരായി, ഉത്തമ സത്യവിശ്വാസികളായി ജീവിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാൻ അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.